മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മഹാത്മാഗാന്ധിയും കസ്തൂർബ ഗാന്ധിയും പോർബന്ദറിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഒരാള് താടി വടിക്കാതെ കുളിക്കാതെ വികൃതമായ വേഷത്തില് അവരുടെ രണ്ടുപേരുടെയും അടുത്തേക്ക് വന്നു അത്രേ. അയാളുടെ കയ്യിൽ ഒരു ആപ്പിളും ഉണ്ടായിരുന്നു. ആ തിരക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടിച്ചു കയറി ഒരു ഭ്രാന്തനെ പോലെ നേരെ മഹാത്മാഗാന്ധിയുടെയും ഭാര്യയുടെയും അടുത്ത് വന്ന് ആ ആപ്പിള് കസ്തൂർബ ഗാന്ധിയുടെ കയ്യിൽ കൊടുത്ത് കാല് തൊട്ട് വന്നിച്ചു അത്രയും. ഇതൊരു ചരിത്ര ഭാഗമാണ്. ചിലപ്പോൾ ഞാൻ പറയുന്ന ഈ സംഭവത്തിൽ ഒന്ന് രണ്ട് വാക്കുകളോ അതോ ഇത്തിരി മാറിപ്പോയി എന്ന് വന്നേക്കാം. ഇപ്പൊ മഹാത്മാഗാന്ധി അയാളോട് ചോദിച്ചു അത്രേ, ഇപ്പൊ എനിക്കൊന്നും ഇല്ലേ എന്ന്. ഇപ്പൊ ഇയാള് തിരിച്ചു പറഞ്ഞു അത്രേ, അങ്ങ് എൻ്റെ അമ്മയില് ബീജം മാത്രമേ നൽകിയുള്ളൂ. 10 മാസം ചുമന്ന് എനിക്ക് ജന്മം നൽകി എന്നെ വളർത്തി കുറേയൊക്കെ സ്വതന്ത്രമാക്കിയത് ഈ സ്ത്രീയാണ്, നിങ്ങളല്ല. അതുകൊണ്ട് എനിക്ക് കടപ്പാട് നിങ്ങളോടല്ല, ഈ സ്ത്രീയോടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് തൻ്റെ മകനാണ് അത് എന്ന് മനസ്സിലായത്. ഇതിനകത്ത് ഇനിയും കുറെ കൂടി ചേർക്കാനുണ്ട്, അല്ലെങ്കിൽ കളയാനുണ്ട്. എങ്കിലും ആ ചെറിയ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്, നമ്മൾ ഏത് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരിയാണ്, അവനവൻ ജനിപ്പിച്ചു വിട്ട മക്കൾക്ക് ധന്യമായ നന്മകൾ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നല്ല ഒരു ശരീരം മാത്രം കൊടുത്താൽ പോരാ, നല്ലൊരു മനസ്സ് കൂടി കൊടുക്കണം, നല്ല വിവേകവും ബുദ്ധിയും കൂടി കൊടുക്കണം, നല്ല രീതിയിൽ ലോകത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ മൂല്യങ്ങൾ കൊടുക്കണം, ആധുനികമായ അറിവുകൾ കൊടുക്കണം. ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ മക്കളെ ഡോക്ടർ ആക്കാനുള്ള എല്ലാ കർമ്മവും ചെയ്യാം. കാരണം ആ ഡോക്ടർ രോഗികളെ ചികിത്സിച്ച് സ്വയം സമ്പാദിച്ച് വളരാനുള്ള വഴി കാണിച്ചു കൊടുക്കലാണ് ഡോക്ടറുടെ ഉത്തരവാദിത്വം. ഒരു എഞ്ചിനീയർക്ക് മക്കളെ എഞ്ചിനീയർ ആക്കാം, അഡ്വക്കേറ്റിന് മക്കളെ അഡ്വക്കേറ്റുമാരാക്കാം. പക്ഷെ ജനതയുടെ തലയില് ചിലരെ അവരോധിക്കുമ്പോൾ അത് ജനങ്ങളുടെ ചെലവിലാണ് അവരെ ഉയർത്തുന്നത് എന്നുള്ളത് മറക്കരുത്. കെ കരുണാകരൻ എന്ന ലീഡർ അദ്ദേഹത്തിന്റെ മക്കളെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് MP-യും MLA-യും മന്ത്രിയും പാർട്ടി പ്രസിഡന്റും ഒക്കെ ആക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് സ്വയം പ്രവർത്തിച്ച് ശമ്പളം മേടിച്ച് ഉപജീവനമാർഗം നടത്തുന്ന ഏത് ലെവലിലേക്ക് ഏത് മക്കളെയും ഉയർത്താം. പക്ഷെ ജന്മം നൽകി അവനെ ഞാൻ തുറന്നു വിട്ട് മഹാത്മാഗാന്ധിയുടെ മക്കളെ പോലെ ആവാൻ വേണ്ടി വിട്ടാല് അത് പ്രകൃതിയുടെ നിയതിക്ക് എതിരാണത്. ഈ മനുഷ്യന്റെ ശിശു മാത്രം ജനിപ്പിച്ചു വിട്ട അച്ഛനെയും അമ്മയെയും ദശാബ്ദങ്ങളോളം ആശ്രയിച്ച് ജീവിക്കാം. മറ്റെല്ലാ മൃഗങ്ങളുടെയും കുഞ്ഞുങ്ങള് കുറച്ച് കഴിയുമ്പോൾ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ തുടങ്ങും. പിന്നെ അമ്മയുടെ ആവശ്യമേ ഇല്ല, അച്ഛന്റെ ആവശ്യം ഒരിക്കലും ആ മൃഗങ്ങൾക്ക് വരാറില്ല. ജനറലി മനുഷ്യൻ അങ്ങനെയല്ല, അമ്മയുടെയും അച്ഛന്റെയും തണലിലും ചൂടിലുമാണ് ഒരു കുട്ടി അനവധി കാലം വളരുന്നത്. ആ കുട്ടിയെ ജന്മം നൽകിയെങ്കിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അത് ചെയ്യാതെ ആ വളർത്തുന്നത് തൻ്റെ കാൽപ്പാടുകളിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ചെലവിലാക്കുന്നത് തെറ്റാണ്. സ്വയം ധന്യമായിട്ട് വളർന്നു എങ്കിൽ അത് ഗംഭീരാണ്. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തത്. ഇന്ദിരാഗാന്ധി ഇൻഡയറക്ട്ലി രാജീവ് ഗാന്ധിയെ തലയിൽ കെട്ടിവെക്കുക ചെയ്തത്.
രാജീവ് ഗാന്ധിയുടെ ഒരു തരത്തിൽ ഒരു ബുദ്ധിയുമില്ലാത്ത തനി ജോക്കറെ പോലെ മിമിക്രി കളിക്കാൻ മാത്രം പറ്റുന്ന ഇറ്റലിക്കാരിയുടെ മകനെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക ചെയ്തത്. മറ്റാരും അങ്ങനെ ചെയ്തില്ല. സർദാർ പട്ടേൽ ചെയ്തില്ല, അല്ലെങ്കിൽ രാജാറാം മോഹൻ റായ് ചെയ്തില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാരും അത് ചെയ്തില്ല. അവരൊക്കെ അവരുടെ മക്കളെ നന്നായിട്ട് വളർത്തി. ഇപ്പോ പിണറായി വിജയൻ സാർ മക്കളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു എന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ കോർപ്പറേറ്റ് മാനേജ്മെന്റിനെതിരെ രാപ്പകല് സമരം ചെയ്ത വ്യക്തി കോർപ്പറേറ്റ് മാനേജ്മെന്റില് കമ്പനിയിലാണ് മക്കൾക്ക് ജോലി കൊടുത്തത്. പക്ഷെ അച്യുതാനന്ദൻ മകനെ കൊണ്ടുവരുന്നത് ഏതാണ്ട് തന്റെ അനന്തരാവകാശിയായിട്ടാണ്. ആ പേരിൽ പല കമ്പനിയിൽ ഡയറക്ടർ പോസ്റ്റ് കൊടുത്തു. അദ്ദേഹത്തിന്റെ PhD പോലും ശരിയല്ല എന്ന് വിലയിരുത്തേണ്ടായി. 1-2-3 കോടി രൂപയുടെ അഴിമതി നടത്തി. അച്ഛൻ പോകുന്ന സ്ഥലത്ത് മകൻ വരുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അച്ഛന്റെ അനന്തരാവകാശിയെ പോലെ വളർത്തിക്കൊണ്ടുവരുന്നപ്പോഴാണ് സ്വയം കഴിവില്ലാത്ത ആളാണ് അഴിമതി ചെയ്യേണ്ടി വരിക. EK നായനാർ തന്റെ മക്കളെ വളർത്തിയില്ല, രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നില്ല. പക്ഷെ നല്ല രീതിയിൽ വളർത്തി. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കോർപ്പറേറ്റ് മാനേജ്മെന്റിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവരിലുള്ള നന്മകൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. 2 വഞ്ചിയിൽ കാലുവെക്കുന്ന മാതിരി പറഞ്ഞതല്ല. അപ്പോ മഹാത്മാഗാന്ധിയുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ലോകത്തിന് ഉപദേശം കൊടുക്കുന്ന വ്യക്തി സ്വയം ആചരതി ചെയ്വ സഹ ആചാര്യ സ്മൃത. തന്റെ ജീവിതത്തില് താൻ പകർത്താത്തത് മക്കളെ നല്ല രീതിയിൽ നോക്കി ഇതാണ് കുടുംബജീവിതം എന്ന് കൂടി ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. അത് ചെയ്യാതെ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് 1-2-3 കുട്ടികൾക്ക് ജന്മം നൽകി അവരെ നോക്കാതിരിക്കാനുള്ള ജസ്റ്റിഫിക്കേഷനായിട്ട് വരുമ്പോഴാണ് മഹാത്മാഗാന്ധിയെ തൻ്റെ മക്കൾക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ അനുഭവം ഇങ്ങനെ ഉദ്ധരിച്ചു പറയേണ്ടി വരുന്നത്. മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യണം, പക്ഷെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ദുഃഖവും വേദനയും ഉണ്ടാകത്തക്ക വിധത്തിലാകാത്ത ധാരാളം പേര് മോഡലായിട്ടുണ്ട്. അവരെ പോലെ ചെയ്യേണ്ടതാണ് നമ്മളെല്ലാം. കരുണാനിധി ചെയ്തത് മക്കളെ കയറി ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കായത്. ഏതായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് അടൽ ബിഹാരി വാജ്പേയിക്കും ശ്രീ നരേന്ദ്രമോദിക്കും കുട്ടികളില്ല, അവരെ നമ്മളുടെ തലയിൽ കെട്ടിവെക്കില്ല. അതെന്തൊരു ഭാഗ്യമാണ്. അപ്പൊ എല്ലാം കൂടി ചേർത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ഏത് പൊതുപ്രവർത്തനത്തിൽ ഏത് കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും 95% ആ പ്രവൃത്തിക്ക് വേണ്ടി സമയവും ഊർജവും സമ്പത്തും മാറ്റിവെച്ചാലും ജന്മം നൽകിയ മക്കൾക്ക് നല്ല മൂല്യങ്ങൾ കൊടുത്ത് അവരെ നല്ലവരാക്കലും നല്ല പ്രസിദ്ധരായ ആധുനികമായിട്ടുള്ള അറിവ് കൊടുക്കലും രണ്ടും ജന്മം നൽകിയ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്തില്ലെങ്കിൽ ആ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകൾക്ക് ഉത്തരവാദി മാതാപിതാക്കളായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.